പക്ഷേ കർത്താവിന്റെ സ്നേഹം അവനെ ഭയപ്പെടുന്നവർക്ക് പൂർവ്വകാലത്തേതുപോലെ അനന്തരത്തേതുമായിരിക്കുന്നു, അവന്റെ നീതി മക്കളിലേക്ക്. 2026 ജനുവരി 18 ഞായർ. നമ്മുടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് സങ്കീർത്തനം 137 4 വാക്യത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇല്ലാത്ത ദേശത്ത് കർത്താവിന്റെ ഗീതം എങ്ങനെ പാടും നമ്മൾ? സുപ്രഭാതം സുഹൃത്തുക്കളെ. നമ്മൾ അനുഭവിക്കുന്ന ഏതു കഷ്ടപ്പാടുകളിലൂടെയും പോകുമ്പോഴും കർത്താവിനെ സ്മരിക്കുക, അവന്റെ നാമത്തെ മഹിമയാക്കുക. ഈ വാക്യത്തിൽ ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം പുതിയ ഗീതം. ഈ സങ്കീർത്തനം ബാബിലോണിലേക്ക് നാട്ടുകടത്തപ്പെട്ട ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. അവർക്ക് അവരുടെ ദേശം നഷ്ടപ്പെട്ടു, ക്ഷേത്രത്തിൽ ആരാധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. നെബൂഖദ്നെസ്സർ രണ്ടാമന്റെ ശക്തിയും ബലവും കീഴടങ്ങി, അവർക്ക് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ബാബിലോണിന്റെ നദികൾക്കരികിൽ ഇരുന്ന അവരോട് പുതിയ ഗീതം പാടാൻ പറഞ്ഞു. സങ്കീർത്തകൻ അവർക്ക് ക്ഷേത്രത്തിൽ ആരാധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിന്റെ ആഴത്തിലുള്ള വേദന പ്രകടിപ്പിക്കുന്നു. അവർക്ക് സ്വന്തം ജനങ്ങളോടൊപ്പം സ്വാതന്ത്ര്യത്തിലും മോചനത്തിലും ആസ്വദിച്ച ആനന്ദകരമായ സമയം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൻ പുതിയ ഗീതം പാടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പുതിയ ഗീതം എങ്ങനെ പാടാം? സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും മോശമായത് അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, കഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ പാടാൻ നമുക്ക് തീർച്ചയായും അസാധ്യമാണ് പുതിയ ഗീതം പാടാൻ. എന്നിരുന്നാലും നമ്മൾ സ്മരിക്കണം, നമ്മൾ അനുഭവിക്കുന്നത് എന്തായാലും കർത്താവ് നമ്മോടുകൂടെയുണ്ട്. നമ്മൾ അനുഭവിക്കുന്നത് എന്തായാലും കർത്താവ് നമ്മുടെ പ്രത്യാശയാണ്. നമ്മൾ എത്രയും പൊട്ടിത്തകർന്നു ചിതറിപ്പോയാലും, നമ്മൾ ഏതു തുണ്ടുകളായി പൊട്ടിപ്പോയാലും കർത്താവാണ് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കുന്നത്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമുക്ക് മഹാനും അതിശയകരവുമായ കാര്യങ്ങൾ ചെയ്തു. വേദനയിലും കണ്ണീരിലും പൊട്ടിത്തകർച്ചയിലും പാടാം. കർത്താവിന് പുതിയ ഗീതം പാടാം, അവനെ സ്തുതിക്കാം, നന്ദി പറയാം, അവനെ ആരാധിക്കാം. പുതിയ ഗീതം പാടാം. പ്രാർത്ഥന. കൃപാപൂർണമായ ദൈവമേ, നമ്മുടെ സ്വർഗീയ പിതാവേ, നിന്നെ നന്ദി പറയുന്നു, നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ പ്രഭുവേ, നിന്റെ ഇച്ഛപ്രകാരം എല്ലാം ചെയ്യാൻ, നിന്റെ മഹത്വത്തിന്. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.